വൃത്തിയുടെ കാര്യത്തിലേ ഞാൻ ഒരുപടി മുന്നിലാന്നുള്ളതായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ 2 പടി പുറകോട്ടിറങ്ങിയ ഒരു സംഭവമായത്. നമ്മുടെ ജനലിൻ്റെ പടികളിൽ കിടക്കുന്ന അഴുക്കും പിന്നെ നമ്മുടെ മോസ്കിറ്റോ നെറ്റും എല്ലാം ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. അത് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്തു. അതിൻ്റെ തന്നെ ബ്രഷിട്ടാണ് ആ നെറ്റ് ക്ലീനിങ് ബ്രഷിട്ട്. അപ്പം തന്നെ കുറേയേറെ പൊടികൾ വന്നു. നെറ്റൊക്കെ നല്ല ക്ലീനായി. പിന്നെ നമ്മൾ കിച്ചണിലേക്കായി പോക്ക്. കിച്ചണിലാണെങ്കിലോ സ്റ്റൗവിൻ്റെ മുകളിൽ എണ്ണമെഴുക്ക് പുരട്ടിയ ഇഷ്ടം പോലെ അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മോസ്കിറ്റോ നെറ്റും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. ഒരു 100% വൃത്തിക്ക് വേണ്ടിയിട്ടേ ആ നെറ്റ് നമ്മൾ തുറന്നു, എന്നിട്ട് അവിടം കൂടെ ക്ലീൻ ചെയ്തു. അപ്പോഴത്തേക്കും നമ്മുടെ നെറ്റൊക്കെ പളപളാ തിളങ്ങാൻ തുടങ്ങി. എൻ്റെ പഴയ വാക്യൂം ക്ലീനറെ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ പുതിയത് വാങ്ങിച്ചത്. പുതിയത് കിട്ടിയതിൻ്റെ ഒരു ത്രില്ലൂടെയാണ് കേട്ടോ ഈ ക്ലീനിങ് പ്രോസസ്സ്. ഈ തീരുമാനമേ വളരെ ശരിയായിരുന്നുള്ളത് പ്രൂവ് ചെയ്തു. പിന്നെ നമ്മളെ ഒരു കൊച്ചു കാർപ്പറ്റ് ഉണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് ക്ലീൻ ചെയ്തു. യൂഷ്വലി നമ്മുടെ ജോക്കുട്ടിനെ ഇവിടെയാണ് പകലൊക്കെ കിടന്നിക്കുന്നത്. ഈ കാർപ്പറ്റിൻ്റെ മുകളിൽ കിടന്നാണ് അവൻ ഉറങ്ങുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ അവിടെ കൂടെ കാണുമെന്ന് ഒരു ഊഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വലിയ കാർപ്പറ്റ്, ഇത് വെളിയിൽ കൊണ്ട് കളയാനോ ക്ലീൻ ചെയ്യാനോ ഒന്നും പറ്റൂല. അവിടെ ഇട്ട് മാത്രം നമ്മൾ ക്ലീൻ ചെയ്യുന്നതും പൊടി തട്ടിക്കുടയുന്നതുമായ ഒരു സാധനമാണ്. അതും കൂടെ ക്ലീൻ ചെയ്തു. ലാസ്റ്റായിട്ടേ ബ്രഷൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ സോഫയിലോട്ടൊരു പിടുത്തം പിടിച്ചു. അതായിരുന്നു ഒരു 1.5 പിടുത്തം. ആദ്യമേ ഇരിക്കുന്നവിടമെല്ലാം ക്ലീൻ ചെയ്തു. അതിനുശേഷം ഇതേ ബാക്ക് റെസ്റ്റ്, പിന്നെ ഇതാണ്ട് നമ്മുടെ ഓരോ കോർണേഴ്സ്, പിന്നെ ഹാൻഡ് റെസ്റ്റ്, അങ്ങനെ എല്ലായിടവും നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തു. പിന്നെ നോസിൽ മാറ്റിയിട്ടേ എല്ലാ കോർണേഴ്സും അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കോർണറിലിരുന്ന പൊടിയും എല്ലാം കൂടി ഇതിനകത്തോട്ട് സക്ക് ചെയ്തു. അത് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു, നമുക്ക് കാണാം. പിന്നെ നമ്മുടെ വാക്യൂം ക്ലീനർ ഒന്ന് തുറന്നു. അതോടെ ഞാൻ ഞെട്ടിപ്പോയി. ഇതായിരുന്നു അവസ്ഥ. ഇത്രയും പൊടി എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുക? അതിനും വഴിയുണ്ട് കേട്ടോ. ഇതിനകത്ത് വാക്യൂം മാത്രമല്ല എയർ ബ്ലോയും ഉണ്ട്. അങ്ങനെ എയർ ബ്ലോ കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ വെളിയിലോട്ടങ്ങ് പിടിച്ചു. സകല പൊടി ഇതാണ്ട് കാറ്റത്ത് പറന്നങ്ങ് പോയി. സാധനം സൂപ്പറാണ് കേട്ടോ. ലിങ്കിനായി കമൻറ്റ് ചെയ്താൽ മതി.